പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിജിയുടെ ആഹ്വാനപ്രകാരം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ടൗൺ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള സനാതനമായിട്ടുള്ള സാംസ്കാരികമായ ആ ഉന്നമനത്തിൽ, ആ ഒരു കാഴ്ചപ്പാടിൽ ആണ് ലോകം തന്നെ ഇപ്പോൾ ആശ്വാസത്തിൻ്റെതായ, സമാധാനത്തിൻ്റെതായ, ശാന്തിയുടേതായ സന്ദേശം തിരയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അശാന്തിയുടെയും അക്രമത്തിൻ്റെയും കൊള്ളരുതായ്മകളുടെയും വലിയ വലിയ രീതിയിലുള്ള കൊടികുത്തി വാഴലുകൾ കാണുന്ന സമയത്ത് എല്ലാ ആളുകളും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശത്തിന് വേണ്ടി ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്കാണ് കണ്ണും നട്ടിരിക്കുന്നത്. എല്ലാവരെയും സ്വീകരിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട്, അക്രമങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാത്ത, അഹിംസയെ പരമമായ ധർമ്മമായി കാണുന്ന ഒരു മഹാസംസ്കാരത്തിന്റെ പ്രയോക്താക്കളും അതിന്റെ നിരന്തരമായ ഉപാസകരുമാണ് ഭാരതീയര് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സൂത്രേ മണിഗണ ഇവ എന്ന രീതിയിൽ ഒരു മാലയിൽ കൊഴുത്തിട്ടുള്ള പലതരത്തിലുള്ള മുത്തുമണികളെ പോലെ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ ചേർന്ന് ഒരു മാലയാകുന്നത് പോലെ ഈ ഭാരതത്തിന്റെ വൈരുദ്ധ്യങ്ങളാവാതെ സമരസപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഭാഷകൾ കൊണ്ടായാലും ശരി, വേഷം കൊണ്ടായാലും, മറ്റെല്ലാ ഭക്ഷണക്രമത്തിന്റെയും ഏതേത് മേഖല എടുത്തു നോക്കിയാലും വൈവിധ്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളുടെയും ഒരു സമകലിതമായ രൂപമാണ് ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും, ഏതൊരു രാഷ്ട്രത്തിലുമുള്ള ആ വൈവിധ്യങ്ങളുടെ എല്ലാം ആരോഗ്യകരമായ സഹവാസമാണ് നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ എപ്പോഴും ലെറ്റ് ദി നോബിൾ തോട്ട്സ് കം ടു us from every side of the world എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നായാലും ശ്രേഷ്ഠമായ വിചാരധാരകൾ നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത്തരത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമ്മൾ സ്വീകരിക്കാൻ പര്യാപ്തമായ, സ്വീകാര്യയോഗ്യമായ എന്തിനേയും സ്വീകരിക്കാനും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയാനുമുള്ള ആർജവവും പക്വതയുമുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതത്തിന്റെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വലിയ ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊറോണ സമയത്തൊക്കെ തന്നെ ലോകത്തിന്റെ മുഴുവൻ ഫാർമസി ആയിക്കൊണ്ട് ഈ ഭാരതത്തിന്, ലോക രാജ്യങ്ങൾക്ക്, ദരിദ്ര രാജ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ സൗജന്യ നിരക്കിൽ, സൗജന്യമായിക്കൊണ്ട് ഈ വാക്സിൻ എത്തിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. അതുപോലെ ഏതേത് മേഖലയിലാണോ ഈ ലോകത്തിന്റെ ഈ അനീതിയുടെയും അക്രമത്തിന്റെയും കൊടികുത്തിവാഴലുകൾ നടക്കുന്നത്, ആ സമയത്തൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചേരിചേരാ നയങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ഭാരതത്തിന്റെ മഹത്തായ സന്ദേശം കിണ്ണുന്തോ വിശ്വമാര്യം എന്ന രീതിയിൽ എത്ര വിശ്വം ഭവത്യേക നീളം, ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായും തറവാടായും കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ജാതിയെയും മതത്തെയും എല്ലാ തരത്തിലുള്ള വംശീയതകൾക്കും ഒക്കെ അതീതമായിക്കൊണ്ട് ഒരമ്മ പെറ്റ മക്കളായി കാണാൻ കഴിയുന്ന കണ്ണും കാഴ്ചപ്പാടുമുള്ള സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് ഈ മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരം, ഈ ഉത്തരോത്തരം പുഷ്കലമായിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അഭ്യുന്നതി പ്രാപിക്കുക എന്നുള്ളത്, അഭ്യുന്നതിയിലേക്ക് ഉത്തരോത്തരം വികസിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്തായാലും നമ്മുടെ അയൽ രാജ്യങ്ങളിലും നമ്മുടെ ലോകത്തില് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവനായിട്ടുള്ള അക്രമത്തെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിലുള്ള അക്രമമായാലും ശരി, വംശീയമായാലും മതപരമായാലും രാഷ്ട്രീയപരമായും ഏത് തരത്തിലായാലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണം എന്നുള്ള ആ ഒരു മഹത്തായ ആദർശവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഭാരതീയമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹവസിച്ചുകൊണ്ട് എല്ലാവരുടെയും ഇടയിലുള്ള ഐക്യവും സാഹോദര്യവും ഈ പ്രകൃതി ദുരന്തം വന്ന സമയത്തൊക്കെ ഉണ്ടായ അതുപോലെയുള്ള ഐക്യം, അത് ദുരന്ത സമയത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യകരമായ എല്ലാ സമ്പന്നതയും ഉള്ള സമയത്തും ആ എല്ലാ തരത്തിലുള്ള ഐക്യവും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സഹവസിച്ചുകൊണ്ട് ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തില്
നമുക്കൊരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് ജാതിയെയും മതത്തെയും രാഷ്ട്രീയത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടികളുടെ സന്ദേശമായി നാം ഉൾക്കൊള്ളേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എന്തെല്ലാം ഒരു ചെറിയ കൈത്തിരിയെങ്കിലും കൊളുത്തി വെക്കാൻ സാധിക്കുമെങ്കിൽ ഈ പെരുകി വരുന്ന ഇരുട്ടിൽ, ഈ അന്ധകാരത്തിൽ, ഈ അക്രമങ്ങൾ നടമാടുന്ന ഈ സമകാലീന ലോകത്ത് അത് തന്നെയാണ് നമുക്ക് നൽകാനുള്ള സന്ദേശം എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ മാത്രം തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जय जय भारत माता, जय जय भारत माता, भारत माता की जय.